ഹായ് ഹലോ ഫ്രണ്ട്സ്, സൂപ്പർ കൺമണി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ തന്നെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വരുണിനെയും ഗുണ്ടകളെയാണ് കേട്ടോ. വരുണാണെങ്കിലോ പറയുന്നുണ്ട് ഫോണിൽ റേഞ്ച് ഇല്ല, അതുകൊണ്ടാണ് എനിക്ക് പൈസ സെൻഡ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. എന്നാൽ നമുക്ക് റേഞ്ചുള്ള സ്ഥലത്തേക്ക് പോവാണ്. നിൻ്റെ ഉടായ്പ പരിപാടിയൊന്നും നടക്കില്ല കേട്ടോ. എത്രയും പെട്ടെന്ന് ക്യാഷ് സെൻഡ് ചെയ്യ്, എന്നിട്ടുള്ളൂ ഇനിയുള്ള പരിപാടിയൊക്കെ എന്ന് പറയുന്നു കേട്ടോ. അതിനുശേഷം തന്നെ ക്രഷും കൺമണിയും അതുപോലെ തന്നെ നമ്മുടെ ഓട്ടോ ഡ്രൈവറും കൂടി നിൽക്കുന്ന സമയത്ത് അവർ സംസാരിക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് നമുക്ക് രക്ഷപ്പെടണം അവർ വരുമ്പോഴത്തേനും എന്ന് പറയുന്നു. അതിനുശേഷം തന്നെ സാഗർ വിളിക്കുന്നുണ്ട് കൃഷ്ണനെ, പക്ഷേ സ്വിച്ച് ഓഫ് ആണ്. ഇതറിയുന്ന ആൻറ്റിയമ്മ വരുന്നുണ്ട്. ഇപ്പം എന്തായി അനിയൻകുട്ട കാര്യങ്ങളൊക്കെ? ആ ബലരാമൻ ഒരു ചതിയനാണെന്ന് മനസ്സിലായി. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അവനെ മകനായിട്ട് തലയിൽ കയറ്റി വെച്ചതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ചേച്ചിയും എന്തൊക്കെയാണ് പറയുന്നത്. പിന്നല്ലാതെ അവൻ ഇപ്പം നമ്മുടെ കുടുംബത്തിലേക്ക് നുഴഞ്ഞു കയറി വന്നവനാണ്. അപ്പോൾ അതിനെ കൃഷ്ണനെ പുറത്താക്കിയിട്ട് അവന് സ്ഥാനം പിടിക്കാനാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇത് ശരിയാണ്, ദേവ് സാറും ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു, പെട്ടെന്ന് തന്നെ അവനെ വിശ്വസിക്കരുതെന്ന്. അപ്പോൾ സുജു പറയുന്നുണ്ട്, അവൻ എൻ്റെ മോനല്ലേ, അങ്ങനെയൊന്നും ചെയ്യില്ല സാഗർ. സുജു, നിനക്ക് അവനെ മനസ്സിലായിട്ടില്ല. ഇപ്പം നീ വിചാരിക്കുന്ന പോലെ ഒരാളല്ല അവൻ, നിനക്കറിയാലോ. പിന്നെ നീ ഇപ്പം മകനായതുകൊണ്ട് എല്ലാം അംഗീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. സത്യമായിട്ട് തന്നെ പുറത്ത് വരട്ടെ, എന്നിട്ട് നോക്കാം എന്നും പറയുന്നു. അങ്ങനെ സാഗറിന് ഭയങ്കര ഒരു സംശയം തോന്നുന്നുണ്ട് കേട്ടോ ആ കാര്യത്തിൽ. പിന്നീട് കാണിക്കുന്നത് ബലരാമനും ഭാഗ്യശ്രീയും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടേക്ക് നമ്മുടെ സാഗർ വിളിക്കുന്നുണ്ട് ബലരാമനെ. എൻ്റെ മകൻ എവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. അച്ഛൻ നിങ്ങൾ എന്തേ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ കൃഷ്ണയും കൺമണിയും കുറച്ച് സമയത്തിനായിട്ട് കാണാനില്ല, അവരെവിടേക്കാണ് പോയതെന്ന് അറിയണം എന്ന് പറയുന്നു. അതിന് എന്നോട് ചോദിച്ചിട്ട് എന്താ കാര്യമെന്ന് ചോദിക്കുമ്പോഴത്തേനും എനിക്കൊന്നും അറിയണ്ട, എത്രയും പെട്ടെന്ന് എൻ്റെ മകനെ ഇവനിക്ക് എത്തിക്കണം എന്ന് പറയുന്നു കേട്ടോ. അപ്പോഴത്തേനും ബലരാമന് സംശയം തോന്നുന്നുണ്ട്. എന്തായാലും എന്നെ സംശയിച്ചിട്ടാണ് അച്ഛൻ ഇങ്ങനെയൊക്കെ പറയുന്നത്. എന്തായാലും ഞാനൊരു വാക്ക് പറയുന്നു അച്ഛ, അച്ഛൻ്റെ മോനെ കൃഷ്ണനെ അതുപോലെ അവൻ്റെ ഭാര്യയായ കൺമണിയെയും എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് തരുമെന്ന് പറയുന്നു കേട്ടോ. അതിനുശേഷം തന്നെ ഭാഗ്യശ്രീയോട് ചോദിക്കുന്നുണ്ട്, മോളെ നീ ആ ഒരു കൃഷിൻ്റെ ഫോൺ ഒന്ന് ട്രേസ് ചെയ്യും, അതിന് ശേഷം തന്നെ കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്ന പോലെ ചെയ്യണം. എന്താ ഏട്ടാ, ഞാനൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, അത് പാലിക്കാനായിട്ട് പോവുകയാണെന്ന രീതിയിൽ പറയുന്നു കേട്ടോ. പിന്നെയും വരുണിനെയും അതുപോലെ ഗുണ്ടയാണ് കാണിക്കുന്നത്. അപ്പോൾ പൈസ എടുക്കാൻ വേണ്ടിയിട്ട് വീണ്ടും വരുന്നുണ്ട്. അപ്പോൾ പേഴ്സ് കാണുന്നില്ല എന്നൊക്കെ പറയുന്നു കേട്ടോ. താൻ എന്തൊക്കെയാണ് പറയുന്നത്, നേരത്തെ അവിടെ റേഞ്ച് ഇല്ല എന്ന് പറഞ്ഞു, ഇപ്പോൾ പേഴ്സ് കാണുന്നില്ല എന്ന് പറഞ്ഞു. അതെ ഏട്ടാ, ഞാനിപ്പോൾ പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കെന്നെ അറിയില്ല. അപ്പോഴത്തേനും ഗുണ്ടയെ വിളിച്ച് സംസാരിക്കുക രണ്ടുപേരും തമ്മിൽ. എന്നിട്ട് പറയുന്നുണ്ട്, ഇവനൊരു സൈക്കോ ആണെന്ന് തോന്നുന്നു, ക്യാഷൊന്നും ഇവൻ്റെ കയ്യിലില്ല, ഇവനിങ്ങനെ പറഞ്ഞുകൊണ്ടേ നടക്കുകയല്ലാതെ വേറെ ഒന്നും ചെയ്യാനായിട്ട് പറ്റുന്നില്ല എന്ന് പറയുന്നു. അവൻ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറയുന്നു കേട്ടോ. സാറ് നമ്മളോട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. ആഹാ, നിങ്ങൾ തങ്കപ്പെട്ട മനുഷ്യന്മാരാണല്ലോ, എന്തായാലും ചെല്ലാം നമുക്കെന്ന് പറയുന്നു. അതിനുശേഷം തന്നെ വീണ്ടും കൺമണിയുടെയും കൃഷ്ണൻ്റെ അടുത്തേക്കും ഗുണ്ടകളൊക്കെ വരുന്നുണ്ട് കേട്ടോ. അയാളൊരു സൈക്കോ ആണ്, നിങ്ങളെ പറഞ്ഞ് പറ്റിക്കും, ഞങ്ങൾ വെറുതെ വിട്, നിങ്ങൾക്ക് എത്ര പൈസ വേണമെങ്കിലും അത് ഞാൻ തരാം, ഞങ്ങൾ രണ്ടുപേരും സ്നേഹത്തിലാണ്, അതുകൊണ്ട് തന്നെ ഞങ്ങളെ വെറുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവൻ നടക്കുന്നത്, അവൻ എനിക്കിഷ്ടമല്ല, എങ്കിലും അവൻ എന്നെ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞ് നടക്കുകയാണ്. സാറിൻ്റെ വീട്ടിലും പെങ്ങന്മാരൊക്കെ ഇല്ലേ, ഇങ്ങനെയൊക്കെ അവസ്ഥ വന്നാൽ എന്താവും, നിങ്ങളവിടെ നിൽക്കുക, അവനിങ്ങോട്ട് വരട്ടെ, എന്നിട്ടല്ലേ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടതെന്ന് പറയുന്നു. അങ്ങനെ ബലരാമൻ എന്തായാലും സാഗറിൻ്റെ വീട്ടിലേക്ക് വരുന്നു. ആ സമയത്തിന് ആൻറ്റിയമ്മയാണെങ്കിലോ ബലരാമൻ്റെ കഴുത്തിന് കയറി പിടിക്കുന്നുണ്ട്. എൻ്റെ മോനൂട്ടൻ എവിടെയാണ്, നീ അവൻ എന്ത് ചെയ്തടാ എന്ന് പറയുന്നു. ആ സാഗറാണെങ്കിലും പിടിച്ചു മാറ്റുന്നുണ്ട്. അപ്പോൾ സുജി പറയുന്നുണ്ട്, എൻ്റെ മോനെ നീ എന്താടാ ചെയ്തത് എന്ന് ചോദിക്കുന്നുണ്ട്. അമ്മേ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, നിങ്ങൾ എന്നെ സംശയിക്കുന്നതിൽ എനിക്കൊരു തെറ്റുമില്ല, കാരണം എൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ അങ്ങനെ തന്നെയായിരുന്നു, പക്ഷേ ഇപ്പം ഞാനത് ചെയ്തിട്ടില്ല. എൻ്റെ പെറ്റമ്മ സാക്ഷിയായിട്ട് പറയുകയാണ്, കൃഷ്ണനെയും കൺമണിയും ഞാനൊന്നും ചെയ്തിട്ടില്ല, എന്നെ വിശ്വസിക്കുമെന്ന് പറയുന്നു. എന്തായാലും അവരെ ഞാൻ കണ്ടുപിടിച്ച് തരും, എന്തായാലും അവരുടെ കാറൊന്ന് ട്രേസ് ചെയ്യാൻ സാധിക്കില്ലേ, ആ ലൊക്കേഷൻ ഒന്ന് തായോ എന്ന രീതിയിൽ പറയുന്നു. എന്തായാലും ഞാനിപ്പോൾ അവരെ കണ്ടുപിടിച്ച് തന്നിരിക്കും, അമ്മ വിഷമിക്കേണ്ട. പിന്നെ ഈ സ്പോട്ട് എന്തായാലും പിക്നിക് സ്പോട്ടല്ല, പിന്നെ വേറെ എവിടെയോ ആണത്, ഇത് പ്രശ്നമാണ്, ഇത് അവർ തനിച്ച് പോയതാവാൻ സാധ്യതയില്ല എന്നൊക്കെ പറയുന്നു. ഇത് കേൾക്കുന്ന സുജു ആകെ തകർന്നു പോകുന്നുണ്ട്. അമ്മ വിഷമിക്കേണ്ട, അമ്മയുടെ മോനെയും മരുമകളെയും ഞാൻ ജീവനോടെ തന്നെ കൊണ്ടുവരുമെന്ന് പറയുന്നു കേട്ടോ. പിന്നെയും വരുൺ അങ്ങോട്ട് വരുന്നുണ്ട്. എന്തായാലും കാര്യങ്ങളൊക്കെ ഞാൻ വിചാരിച്ച പോലെ നടക്കുന്നുണ്ട് എന്തായാലും എന്ന് പറഞ്ഞ് വരുമ്പോഴത്തേനും ഗുണ്ടകളെല്ലാവരും പിടിച്ചിട്ട് വരുണിനെ പിടിച്ച് കയറ്റിയിടുന്നു കേട്ടോ.
അപ്പോഴത്തേനും പറയുന്നുണ്ട്, എന്തിനാ എന്നെ പിടിച്ച് കെട്ടിയെന്ന് ചോദിക്കുന്നുണ്ട്. എവിടെടാ ക്യാഷ് എന്ന് പറയുന്നു. അത് റേഞ്ചിൻ്റെ പ്രശ്നവും ഒക്കെ എൻ്റെ പേഴ്സും കാണാനില്ല, താൻ നല്ല ആളാണല്ലോ. എന്തായാലും അപ്പോഴത്തേനും കൃഷ്ണ അവിടെ പറയുന്നുണ്ട്, ലേലു അല്ലു ലേലു അല്ലു എന്ന് പറഞ്ഞാൽ മാത്രം മതി വരുണേ, അവർ വിട്ടേക്കെന്ന് പറയുന്നു. നേരത്തെ കൃഷ്ണനോട് അവർ അതല്ലേ പറഞ്ഞത് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം തന്നെ എത്രയും പെട്ടെന്ന് എൻ്റെ അച്ഛൻ്റെ നമ്പർ തായോ, എൻ്റെ അച്ഛനെ അറിഞ്ഞാൽ വിഷമമായിരിക്കും, അത് പറ്റില്ല, അത് വേറെ പ്രശ്നമായിരിക്കും, പെട്ടെന്ന് തന്നു അത് നല്ലതെന്ന് പറഞ്ഞ് കത്തി ചൂണ്ടി കാണിക്കുന്നു. അങ്ങനെ അച്ഛനെ വിളിച്ച് സംസാരിക്കുന്നു. നിങ്ങളുടെ മകൻ ഞങ്ങൾക്ക് പൈസ തരാൻ പറഞ്ഞിട്ട് തന്നില്ല, കൃഷ്ണൻ കൺമണിയെ ഞങ്ങൾ പൊക്കിക്കൊണ്ട് വന്നിട്ട് എന്ന് പറയുന്നു. അവനൊരു സൈക്കോ ആണ്, അവൻ്റെ വാക്ക് കേട്ട് ആരെങ്കിലും ഇങ്ങനെ ചെയ്യുമോ, ക്യാഷ് ഞാൻ തരാം, എന്തായാലും അവന് വെറുതെ വിട്ടേക്കെന്ന് പറയുന്നു. എന്നാൽ എത്രയും പെട്ടെന്ന് സെൻഡ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് പറയാം കേട്ടോ. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് മാനസയും അതുപോലെ തന്നെ സുമിത്രയാണ്. മാനസയാണെങ്കിൽ സുമിത്രേനെ കാണാനായിട്ട് ജയിലിലേക്ക് പോകുന്നു. അതിനുശേഷം തന്നെ കാര്യങ്ങൾ നമ്മൾ വിചാരിച്ച വഴിയിലൂടെ തന്നെ നടക്കുന്നതിനായിട്ട് പോവുകയാണ്. ബലരാമനായിട്ട് ഒരു 50% അവർ അംഗീകരിച്ച മകനായിട്ട്. ഇനി എൻ്റെ ഊഴമാണ്, നിൻ്റെ കാര്യം മാത്രമല്ല, നിന്നെ അവിടേക്ക് മരുമകളാക്കി കൊണ്ടുവരേണ്ടത് ആൻറ്റിയമ്മയും സുജാതയും കൂടി തീരുമാനിക്കും, അങ്ങനെയാകുമ്പോൾ നിൻ്റെ കാര്യം എളുപ്പമാണെന്ന് പറയുന്നു. അതിനുള്ള വഴികളാണ് ഇനി തിരയേണ്ടതെന്ന് പറഞ്ഞ് അവർ ഗൂഢാലോചന നടത്തുന്നു കേട്ടോ. അതിനുശേഷം തന്നെ പെട്ടെന്ന് വരുണിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് ആ ഓട്ടോറിക്ഷ ഡ്രൈവറുടെ കെട്ട് അഴിഞ്ഞു പോവാണ്. അപ്പോഴത്തേനും കൃഷ്ണ കയ്യിലത്തെ കെട്ടഴിക്കാനായിട്ട് പോകുന്ന സമയത്ത് തന്നെ അവിടെ ഒരു അടി നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേനും വരുൺ ആകെ ഞെട്ടുന്നുണ്ട്. പിന്നെ കൺമണിയുടെ തലയിൽ തോക്ക് ചൂണ്ടി കാണിക്കുന്നു കേട്ടോ. ഇത് കാണുമ്പോഴത്തേനും ആകെ ഞെട്ടി നിൽക്കാട്ടോ എല്ലാവരും. ഇത്രയും കാണിച്ചുകൊണ്ട് എന്തായാലും ബലരാമൻ വന്ന് രക്ഷിക്കുക എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത്രയും കാണിച്ചുകൊണ്ട് എന്നത് എപ്പിസോഡ് വിശേഷം കഴിയുന്നത് പ്രമോയിട്ട് കാണാം കേട്ടോ.